മലപ്പുറം പൂക്കോട്ടൂർ പുല്ലാരയിൽ 65 വയസ്സുകാരനെ മകളുടെ ഭർത്താവ് കുത്തിക്കൊലപ്പെടുത്തി. എൻ്റെ അമ്മു. പുല്ലാര സ്വദേശി അയ്യപ്പനാണ് മരിച്ചത്. സംഭവശേഷം മുങ്ങിയ പ്രതി റിനോഷിനെ മഞ്ചേരി പോലീസ് പിടികൂടി. സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഗുഡ് മോർണിംഗ് സമീർ ബിൻ കരീം. ഗുഡ് മോർണിംഗ് പോലും പറയാൻ പറ്റാത്ത വാർത്തകളാണല്ലോ അവിടെ നിന്ന് വരുന്നത്. പറയൂ വിശദാംശങ്ങൾ. രാവിലെ തന്നെ ഈ കൊലപാതകത്തിന്റെ സങ്കടകരമായ ഒരു വാർത്തയാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. മലപ്പുറം മഞ്ചേരി പൂക്കോട്ടൂർ പുല്ലാരയിലാണ് ഈ ഒരു കൊലപാതകം നടന്നിരിക്കുന്നത്. പുല്ലാര സ്വദേശിയായിരിക്കുന്ന 65-കാരനായ അയ്യപ്പനാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ മൂത്ത മകൾ രജനിയുടെ ഭർത്താവാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പ്രതി പ്രിനോഷിനെ പോലീസ് ഇന്ന് പുലർച്ചയോട് കൂടി തന്നെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാത്രിയിലാണ് ഈ പ്രിനോഷ് മദ്യപിച്ചുകൊണ്ട് വീട്ടിലെത്തുകയും തുടർന്ന് ഷിന്റെ മകനായിട്ടുള്ള റിജോഷുമായി ഒരു വാക്കുതർക്കത്തിൽ കയ്യങ്ങളിലും ഏർപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിൽ ഇടപെട്ട് തടയാൻ ശ്രമിക്കുകയായിരുന്നു അയ്യപ്പൻ. അതിനിടയിലാണ് അയ്യപ്പനെ ഈ പ്രിനോഷ് കത്തിക്കൊണ്ട് കുത്തിപ്പരിക്കേൽപ്പിക്കുന്ന ഒരു ഘട്ടമുണ്ടായത്. ഈ അയ്യപ്പന്റെ വയറിനും തലക്കും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഉടൻ തന്നെ അയ്യപ്പനെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അതിനിടെ രജനിക്കും, അതായത് ഈ അയ്യപ്പന്റെ മൂത്ത മകളായിരിക്കുന്ന രജനിക്കും കുത്തിയിട്ടുണ്ട്. രജനി എന്നാൽ ഗുരുതരമല്ല, പക്ഷേ നിസാര പരിക്കോട് കൂടി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. ഇന്നലെ ഏതാണ്ട് ഒരു 12 മണിയോട് കൂടിയാണ് ഈ ഒരു കൊലപാതകം നടക്കുന്നു. അതിനുശേഷം പ്രതി അതിവേഗം തന്നെ വീട്ടിൽ നിന്ന് മുങ്ങുകയായിരുന്നു. തുടർന്ന് മഞ്ചേരി പോലീസ് നടത്തിയ പരിശോധനയിൽ ഇന്ന് പുലർച്ചെ ഏതാണ്ട് ഒരു 3 മണിയോട് കൂടി ഈ മഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും പ്രതിയെ പോലീസ് പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ പ്രതിയായിട്ടുള്ള പ്രിനോഷ് എന്ന് പറയുന്ന ആൾ സ്ഥിരമായി ഇവിടെ വീട്ടിലെത്തി മദ്യപിച്ച് ബഹളമുണ്ടാക്കുന്ന ആളാണെന്നുള്ള പോലീസ് പറയുന്നത്. നേരത്തെ പലതവണ ഇയാൾക്കെതിരെ പോലീസിൽ പരാതി ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ തന്നെ പോലീസ് ഇടപെട്ട് പലപ്പോഴും ഇയാളെ പിന്തിരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നലെ ഇയാൾ പോലീസിനൊന്നും തന്നെ വിവരം ലഭിച്ചിരുന്നില്ല. ഈ ഒരു മർഡർ നടന്നതിന് ശേഷമാണ് പോലീസിന് വിവരം ലഭിക്കുന്നത്. ഉടൻ തന്നെ പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ പിടികൂടുകയായിരുന്നു. ഓക്കെ, താങ്ക് യു സമീർ ബിൻ കരീം.